എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സജീവ പങ്കാളിത്തം ഞാൻ കമൻറ്റ് ബോക്സിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ പോയിന്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ടോപ്പിക്കാണ് ഏർലി മെച്യൂരിറ്റി. കേൾക്കുന്ന സമയത്ത് വളരെ പുതുമയുള്ള ഒരു ടോപ്പിക്കായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ഇക്കാലത്തെ ഭാഷയിൽ പറയുന്ന സമയത്ത് തന്ത വൈബ് ഇപ്പോൾ എല്ലാ ആളുകൾക്കും കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ തന്ത വൈബൊക്കെ നമ്മുടെ സർക്കിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ആരോപിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ അതിന് നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടേസ്റ്റുകൾ, നമ്മളുടെ ഇൻട്രസ്റ്റുകളൊക്കെ പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ആളുകൾ തന്ത വൈബ് ആരോപിക്കും. ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു കളിയാക്കലുകൾ അത്ര വേദനാജനകമല്ല എന്നുണ്ടെങ്കിലും ടീനേജിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ടീനേജിലേക്ക് പോലും എത്താത്ത ആളുകൾ, കുട്ടികൾ, അവരെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പദപ്രയോഗം വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നത് വളരെ വേദനാജനകം തന്നെയാണ്. ഈ ഏർലി മെച്യൂരിറ്റി എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിനെ കുറിച്ചിട്ട് പറയുക. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എക്കാലത്തും ആളുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് റെഗുലർ ഫിറ്റ് പാൻസും അതേപോലെ തന്നെ ഷർട്ടും. ഷർട്ടിൽ ലിനൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഡിസൈൻ ഒറ്റ കളറുള്ള ഷർട്ടുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ കുർത്ത പാൻറ്, അതേപോലെ തന്നെ കുർത്ത മുണ്ട്. ഇങ്ങനെ സ്ഥിരമായി തുടരുന്ന ആളുകളുടെ ടേസ്റ്റുകൾ, ആ ഒരു ചോയ്സുകൾ, അതിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു ഫാഷൻ ട്രെൻഡ്സ് കടന്നു വരും. അങ്ങനെ ഞാനൊക്കെ 10ൽ പഠിക്കുന്ന സമയത്ത് വന്നതാണ് ബൂട്ട് കട്ട് പാൻറ്. നമ്മളൊക്കെ വാങ്ങിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നീട് പെൻസിൽ ഫിറ്റ് പാൻറ് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പറയും തന്ത വൈബ് എന്നുള്ളത്. പക്ഷേ അതൊരു മെച്യൂർ ആയിട്ടുള്ള ഡിസിഷനാണ്. ഫാസ്റ്റ് ഫാഷൻ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കുറേയധികം ട്രെൻഡ്സ് ആണ് ഇതൊക്കെ. ഇത് നാളെ മാറും, മറ്റേതിൻ്റെ ട്രെൻഡ് മാറത്തില്ല. അതുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെയുള്ള ഈ ഗിമ്മിക്കുകളിലേക്ക് പോവാതെ ഈ ഒരു ഫാസ്റ്റ് ഫാഷൻ്റെ പരിപാടികൾ അല്ലെങ്കിൽ പുതിയ ട്രെൻഡ്സ്, കാലത്തിനനുസരിച്ചിട്ട് നിലനിൽക്കാത്ത ഒരു ട്രെൻഡിലേക്കൊന്നും പോവാതെ ഈ പഴയ റെഗുലർ ആയിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യും. അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വസ്ത്രധാരണം അല്ലെങ്കിൽ ആ ഒരു വസ്ത്രം കൊണ്ട് ആളുകൾ ഇമ്പ്രസ് ചെയ്യുന്ന പരിപാടിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളായിരിക്കും. അവരെ പോയി തന്ത വൈബ് എന്ന് വിളിക്കുന്ന ആളുകൾ എത്രത്തോളം പക്വതയില്ലാത്ത ആളുകളാണ്. ശരിക്കും മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് സ്ഥിരമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടരുന്ന ഒരു ഫാഷനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയെ പിന്തുടരുക എന്നുള്ളതാണ്. നമുക്കത് സ്ഥിരമായിട്ട് തുടർന്നുകൊണ്ട് പോകാൻ പറ്റും, വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാനായിട്ടും പറ്റും. മുണ്ട് എന്ന് പറയുന്നത് എക്കാലത്തും കംഫർട്ടബിൾ ആയിട്ടുള്ള കേരളീയ വസ്ത്രധാരണമാണ്. റെഗുലർ ഫിറ്റ് പാൻറ് എന്ന് പറയുന്നത് എക്കാലത്തും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻറ്റാണ്. പക്ഷെ അവിടെ പെൻസിൽ ഫിറ്റും ബൂട്ട് കെട്ടും ഒക്കെ എന്തോരം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി ഏതൊരു സൈഡിൽ നിൽക്കുന്നു എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഈ ഏർലി മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ ടീനേജേഴ്സ് ഒക്കെ വളരെ മെച്യൂറായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ഏർലി മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്? ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരാം, അതേപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം, അതേപോലെ തന്നെ കൂടുതൽ വായിക്കുന്ന, എപ്പോഴും വളരെ കാമ്പുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക് ആ ഒരു മെച്യൂരിറ്റി കൂടുതലായിട്ട് വരും. അതേപോലെ പേരൻ്റൽ ഇൻഫ്ലുവൻസ് കൊണ്ടോ പിയർ ഇൻഫ്ലുവൻസ് കൊണ്ടോ സൊസൈറ്റൽ ഇൻഫ്ലുവൻസ് കൊണ്ടോ ചില ആളുകളൊക്കെ അവരുടെ ഗോൾസ് നേരത്തെ തന്നെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലുള്ള ആളുകളൊക്കെ സിവിൽ സർവൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ മികച്ച പ്രൊഫഷണൽസ് ആണ് എന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ചില ആളുകൾക്ക് നേരത്തെ തന്നെ അവരുടെ ഒരു കരിയറൊക്കെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലാവണം എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ലോങ് ടൈം ഗോൾസിലേക്ക് എത്താൻ വേണ്ടി വളരെ മെച്യൂറായിട്ട് ജീവിതത്തെ നോക്കിക്കാണണമെന്നുള്ള ഒരു കാര്യമൊക്കെ മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകൾ വളരെ മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഒരു കുട്ടിയെ കുറിച്ചിട്ട് കേട്ടിരുന്നു. ഇപ്പോൾ മാളികപ്പുറം മൂവിയിലൊക്കെ അഭിനയിച്ച ഒരു കുട്ടി. അപ്പോൾ ആ ഒരു കുട്ടി റെഫർ ചെയ്യുന്നത് ആരെയാണ്, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഇഷ്ടങ്ങൾ എന്താണ്? സിനിമ, അഭിനയം ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ കുട്ടിയുടെ റെഫറൻസ് ആരൊക്കെ ആയിരിക്കാം? സ്വാഭാവികമായിട്ടും സിനിമയിൽ മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന ആളുകളായിരിക്കും ആ കുട്ടിയുടെ റെഫറൻസ്. അവരൊക്കെ മിക്കവാറും മുതിർന്ന ആളുകളായിരിക്കും. അഭിനയം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന സമയത്ത് മുതിർന്ന ഒരു കാര്യം തന്നെയാണ്, മെച്യൂർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ചുറ്റുപാടുകൾ മാറി, ചിന്തകൾ മാറി, ആ കുട്ടി മെച്യൂറായിട്ട് സംസാരിക്കും. അതിന് യാതൊരുവിധ വിഷനും ഗോളും ഒന്നും ഇല്ലാത്ത ആളുകൾ പരാതിപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ആളുകളെ ഫോളോ ചെയ്യുക. ആളുകളെ ഫോളോ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. ഈ കുട്ടി വലിയ ആളുകളെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്, നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ മുൻപേ പോയ ആളുകളെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മുൻകാല എക്സ്പീരിയൻസുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. നമുക്ക് ഒരാൾക്കും പുതിയൊരു ലോകമൊന്നും സൃഷ്ടിക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാം എല്ലാത്തിൻ്റെയും കണ്ടിന്യൂഷനാണ്. എല്ലാം എല്ലാത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. കവി എഴുതുന്ന ഒരു കവിത, കഥാകൃത്ത് എഴുതുന്ന ഒരു കഥ, അതിനകത്തൊക്കെ ഈ ലോകത്തെ ആളുകളും അവരുടെ ജീവിതവും ഈ ലോകമൊക്കെയാണ് കടന്നു വരാറുള്ളത്. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി വേറെ ഏതെങ്കിലും യൂണിവേഴ്സിൽ ഇന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ഒരു സാധനത്തിന് എത്ര ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും? എത്ര ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ കോമൺ ആയിട്ട് തുടരപ്പെടുന്ന സംഗതികളൊക്കെയാണിത്. ഇനി അതിന് വിടുന്ന തന്ത വൈബ് വിളികൾ, ആരോപണങ്ങൾ, ആക്രമണങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കും. നമ്മുടെ നാട്ടിൽ മിക്കവാറുള്ള മനുഷ്യന്മാർക്ക് വലിയ വിലയൊന്നുമില്ല.
അവരുടെ ഐഡൻറ്റിറ്റി ആളുകൾ അങ്ങനെ അധികം അംഗീകരിക്കാറൊന്നുമില്ല. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനായി മകളായി ഒരു വീട്ടിൽ ജനിക്കുന്നു, ആ ഒരു വീടിന് വീട്ടുപേരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ മിക്കവാറുമുള്ള കാലഘട്ടത്തോളം ആ ഒരു മനുഷ്യനെ ആ ഒരു വീട്ടുപേരിൻ്റെയും ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകൻ മകൾ എന്നുള്ള ഒരു ഒരു സ്ഥാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സമൂഹം നോക്കിക്കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. വ്യക്തിക്ക് വലിയ കാര്യമായിട്ടുള്ള വിലയൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു വീട്ടിൽ ഒരാൾക്ക് മകനായി മകളായി ജനിക്കുന്ന ഒരാൾക്ക് ഏതൊരു കാലത്താണ് ആ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കുന്ന ഒരു സ്ഥാനം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാലും അംഗീകരിക്കപ്പെടാത്ത, ഒരു ഡിസിഷനിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ കൂട്ടം ആളുകൾക്കിടയിലേക്ക് ഒരാൾ സ്വന്തം വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത്, അയാൾ നല്ല മെച്ചുവറായിട്ടുള്ള ഡിസിഷൻസ് പറയുന്ന സമയത്ത്, അയാളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന സമയത്ത് ആളുകൾ ഒഫൻഡഡ് ആവും, ഇൻസെക്യൂർഡ് ആവും. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേയധികം യൂണിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവൻ ഒരു തന്തവൈബാണ് എന്ന് ഉറപ്പുള്ളവർ അല്ലെങ്കിൽ തോന്നുന്നവർ ലൈക്ക് അടിക്കാൻ പറഞ്ഞാൽ ഒരു 16 ലൈക്ക് വേണമെങ്കിൽ അതിന് കിട്ടും. കാരണം അവരെല്ലാം ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് മൊത്തത്തിൽ ആൾക്കൂട്ടങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ്. മറ്റൊന്ന് പിയർ പ്രഷറാണ്. ചില കുരുത്തക്കേടുകൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഭൂരിഭാഗം കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഒരു കുട്ടി പറയുകയാണ്, ഒരു ഗ്രൂപ്പിൽ പറയുകയാണ്, നമുക്ക് ഇന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടുത്തെ മാവിലെ മാങ്ങ എറിഞ്ഞിടാം, അവിടെ ആരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് ആ ഒരു ഐഡിയ കൊള്ളാമെന്ന് തോന്നുന്നു, അവരെല്ലാവരും കൂടെ ആ ഒരു കുട്ടിയെ ഫോളോ ചെയ്ത് പോകുന്നു. എന്നാൽ കൂട്ടത്തിൽ ഒരുത്തന് അങ്ങനെ അതിക്രമിച്ച് കയറിയിട്ട് മാങ്ങ കഴിക്കണം എന്നുള്ളൊരു ചിന്തയില്ല. അങ്ങനെ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയും അവനുണ്ട്. അവൻ ഇവരെല്ലാം കൂടെ ഒരു കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ലാത്തവൻ, തന്ത വൈബുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും. പക്ഷേ മെച്യൂരിറ്റി ആർക്കാണ്? ആ ഒരു പയ്യനാണ്. അവന് മെച്യൂരിറ്റി വന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും അവൻ വളർന്നു വന്നത്. ബാക്കിയുള്ള കുട്ടികളായിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കും. അതിൻ്റെ വരും വരാഴികളെ കുറിച്ചിട്ട് അവർക്ക് അറിവുണ്ടായിരിക്കില്ല. വീട്ടിലെ ഡിസ്കഷൻസിന്റെ ഭാഗമാവുന്ന പേരൻസിനോട് സ്ഥിരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള കുരുത്തക്കേടുകൾ കാര്യമായി തന്നെ കുറഞ്ഞു വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ പേരൻസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടും. പക്ഷെ ബാക്കിയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടികളായിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കും. അവർക്ക് ഈ സമൂഹത്തിൻ്റെ പൊതുമര്യാദകളെ കുറിച്ചിട്ടൊക്കെ കുട്ടികളായിട്ട് മാത്രം ഇടപെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് മുതിർന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടാവില്ല. അതേപോലെ തന്നെ മെച്യൂർ ആയിട്ടുള്ള ആളുകളുടെ മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻസ്, മെച്യൂർ ആയിട്ടുള്ള ടോക്കൊക്കെ കേൾക്കുന്ന സമയത്ത് ഒഫൻഡ് ആവുന്ന ആളുകൾക്ക് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്? അവരുടെയൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു മജോറിറ്റി മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകളൊന്നും അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നേനേയും. നമ്മളിപ്പോഴും ആർക്കെങ്കിലും പിറകെ സൊല്യൂഷൻസിന് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി, അത്ഭുതങ്ങൾ നടക്കുന്നതിന് വേണ്ടിയൊക്കെ ഓടുന്ന ആളുകളാണ്. ജീവിതത്തിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ഉരുളികമെടുത്താനും തേങ്ങ ഉരുട്ടാനും അതേപോലെ തന്നെ പത്രം കഴിക്കാനും ഒക്കെ പോകുന്ന ആളുകളാണ്. അതൊന്നും മച്ചുവറായിട്ടുള്ളൊരു ഡിസിഷനല്ല. ഫാമിലിയിൽ നിന്നിട്ട് ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകൾക്കും കിട്ടുന്നത് ഇമ്മച്വർ ആയിട്ടുള്ള ഇമാതിരി പരിപാടികളൊക്കെയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് സ്വന്തമായി ഒരു വ്യക്തിത്വമുള്ള ഒരാളെ കാണുന്ന സമയത്ത് ഇവർ ഒഫൻഡഡ് ആവും. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ ആ ഒരു കുട്ടിയെ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന കുട്ടിയാണ്. ഒരു കരിയർ കെട്ടിപ്പടുത്ത കുട്ടിയാണ്. നല്ല രീതിയിൽ അവൻ്റെ ജോലി ചെയ്ത കുട്ടിയാണ്. ഒരു മജോറിറ്റിക്കും അങ്ങനെ ഒരു വ്യക്തിത്വമോ സമൂഹത്തിൽ ഒരു അക്സെപ്റ്റൻസോ ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലുള്ള ആളുകളെ കാണുന്ന സമയത്ത് തന്ത വൈബായിട്ടൊക്കെ തോന്നും. പക്ഷെ ഒറ്റയ്ക്ക് ഇവരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ജീവിതത്തിൽ വളരെയധികം നിരാശപ്പെടുന്ന ആളുകളായിരിക്കും. നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആളുകളെ കാണുന്ന സമയത്തുള്ള അസൂയാണ് സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇമ്മച്യൂരിറ്റി കാണിക്കുന്ന ആളുകൾ, പ്ലേഫുൾനെസ്, ഇതിനെയൊക്കെ വലിയ ക്യൂട്ട്നെസ് ആയിട്ട്, വലിയ ക്വാളിറ്റി ആയിട്ട് ആളുകൾ പറയാറുണ്ട്. എക്സ്ട്രോവേർട്ട് ആവുക എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ ചിന്തയില്ലാത്ത എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള, പ്ലേഫുൾ ആയിട്ടുള്ള, ഇമ്മച്യൂർ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് വലിയൊരു ബാധ്യതയും കൂടെയാണ്. നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചാടി കയറി ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ എപ്പോഴും അങ്ങനെ എക്സ്ട്രോവേർട്ട് ആയിട്ടിരിക്കുക. ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചാടി ആൻസർ പറയുക. പക്ഷെ ചിന്തിച്ചിട്ട് മറുപടി പറയുക, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ അധികം പറയാറില്ല. ആളുകൾ അങ്ങനെ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചാലും ഒരു ആൻസർ ഇത്തിരി വൈകി കൊടുത്താലും പ്രത്യേകിച്ച് ഈ ലോകത്തിലൊന്നും സംഭവിക്കാനായിട്ടൊന്നും പോകുന്നില്ല. ചുമ്മാ അനാവശ്യമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ചിന്തയില്ലാത്ത പ്രവൃത്തി എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഘട്ടങ്ങളിൽ ബൂസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു വലിയ മജോറിറ്റി ഉണ്ട്. സ്ത്രീകൾ ക്യൂട്ടായിട്ടിരിക്കണം, മണ്ടത്തരങ്ങൾ പറയണം, കുസൃതികൾ കാണിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഒരു കൂട്ടം ആളുകൾക്കുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് സന്തോഷ് സൺ ഓഫ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു സിനിമയും അതിനകത്തെ നായികയും. ആ കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സിനിമ. ഈ ജെൻലിയ ഡിസൂസ അവതരിപ്പിച്ച കഥാപാത്രം ഇപ്പോൾ ശുദ്ധ വെറുപ്പിക്കലായിട്ട് എനിക്ക് തോന്നാറുണ്ട്.
അത് ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ടാണ് ഒരു കാലം വരെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെ ആരും ചെയ്യാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പോലും ആളുകൾ കരുതാറില്ല. ഇവിടെ ആഫ്റ്റർ ഓൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ വളരെ പ്ലേഫുൾനെസ് ഉള്ള ഒരാളാണ്, നമ്മൾ കുറേയധികം ഇമ്മെച്യൂരിറ്റി ഒക്കെ കാണിച്ച് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണ്, നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ക്വാളിറ്റീസൊക്കെ കാണിക്കുന്ന ആളാണ്, ഈസിലി അപ്രോച്ചബിൾ ആണ്. എന്താണ് സംഭവിക്കുന്നത്? ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ സമൂഹം തന്നെ വലിയ വാല്യൂ ഒന്നും കൊടുക്കില്ല. അതും ഇതിൻ്റെ ഒരു സൈഡായിട്ട് വരുന്ന ഒരു റിയാലിറ്റിയാണ്. എല്ലാവർക്കും ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ മറ്റുള്ള ആളുകളാൽ യൂസ് ചെയ്യപ്പെടും. അവരിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ ബെനിഫിറ്റ് എടുക്കും. അതേപോലെ തന്നെ ഒരു ക്രൗഡിലേക്ക് എന്തെങ്കിലുമൊക്കെ വള്ളി കേസുകളിലേക്ക് ഇവരെ ആളുകൾ തള്ളിയിടും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്താണ്? എസ്കേപ്പിസം ആണ്. 100,000 പ്രോബ്ലംസ് ഉണ്ട്, 100,000 ഇഷ്യൂസ് ഉണ്ട്. പലതിനെക്കുറിച്ചിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും പലതുമൊക്കെ ചെയ്യാൻ തോന്നും, എന്നാൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, വിഷമം തോന്നും. അതുകൊണ്ടൊക്കെ ഇതിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വെറും ഫണ്ണായിട്ട് എല്ലാത്തിനെയും കാണുന്ന ഒരു സംഭവമാണ്. അതൊരു തരം എസ്കേപ്പിസമാണ്. നമ്മൾ വലിയ ചില പ്രശ്നങ്ങളെയും ട്രോളുകളായിട്ട് നോക്കിക്കണ്ട് ആസ്വദിക്കുന്ന ആളുകളാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണെങ്കിൽ പോലും അതിനെ ട്രോളാക്കുന്ന ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ട്രോളാക്കുന്നു. അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിനകത്തെ ക്രിമിനൽ ആക്ട് ചെയ്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് ഇരയായിട്ടുള്ള ആളായിരിക്കും, അവർ ട്രോളിലെ ഒരു ക്യാരക്ടറാവുന്നു. നമ്മളത് അടിച്ച് അങ്ങോട്ട് തള്ളിവിടുന്നു. ഈ 100,000 പ്രശ്നങ്ങൾക്കിടയിൽ നിസ്സഹായരായിട്ട് കിടക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഒരു പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് എല്ലാത്തിനും ഫണ്ണായിട്ട് കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റേ പാർവതി തിരുവോത്ത് WCC അംഗങ്ങളൊക്കെ ഇരിക്കുന്ന ഇൻ്റർവ്യൂസിൻ്റെ താഴെയൊക്കെ തെറിവിളികൾ വരുന്നത്. ഇവരൊന്നും ഈ പറയുന്ന ആളുകളൊന്നും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല അവർ സംസാരിക്കുന്നത്. അവരുടെ ഇൻഡസ്ട്രിയിലുള്ള അതിക്രമങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഇത്രയധികം സമയം ഇതിനെ ഒരു കണ്ടൻ്റാക്കി പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഇത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. ബാക്കിയുള്ള ആളുകളുടെ ചിന്തകൾ, പ്രവൃത്തികൾ, അവർ സമൂഹവുമായിട്ട് ഇടപെടുന്ന രീതികൾ, അവരുടെ വസ്ത്രധാരണം, അവരുടെ ടേസ്റ്റുകൾ എന്നീ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉള്ളത്തരം. ആ ഒരു ഊളത്തരം ചെയ്തിട്ട് അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പയ്യൻ അങ്ങനെ പറഞ്ഞത് അന്ധവൈബാണ്, ഞാനെന്തോ ഭയങ്കര ജെൻസിയാണ് എന്ന് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വലിയൊരു തന്തവൈബ് തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ആളുകളെ ജഡ്ജ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത ഏതോ നൂറ്റാണ്ടിലാണ്. ഇവിടെയുള്ള ഒരു മെജോറിറ്റി ഇപ്പോൾ ആളുകളെ ജഡ്ജ് ചെയ്യുന്നൊന്നുമില്ല. അവർ ബാക്കിയുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ, വൈവിധ്യത്തെയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മളുടെയൊക്കെ പൂർവികർ അല്ലെങ്കിൽ കടത്തിണ്ണയിലിരുന്ന ചേട്ടന്മാരൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെ ആളുകൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര പ്രാചീന അന്ധവൈവാണ്. ഇതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ സംഗ്രഹിക്കാം. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഈ കളിയാക്കുന്ന ആളുകൾ, സോഷ്യൽ മീഡിയയിലെ ഒരേ സ്വഭാവമുള്ള ആളുകൾ, തന്ത വൈബല്ലാത്ത ആളുകളുടെ കൂട്ടം എന്നീ ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മുതൽക്കൂട്ടാണ്. ആർക്ക്? തന്ത വൈബൊക്കെ ഉള്ള മെച്യൂറായിട്ടുള്ള ലീഡർഷിപ്പ് സ്കില്ലുള്ള ആളുകൾക്കൊരു മുതൽക്കൂട്ടാണ്. അവർക്ക് താഴെ ഒരേ ചിന്തയോടെ, പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള സീരിയസ്നെസ് ഇല്ലാതെ പണിയെടുക്കാനായിട്ട് അണിനിരത്താൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സിലെ ആളുകൾ. അവരെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കടത്തി വിട്ടുന്ന ഒരു ഗംഭീര വ്യത്യസ്തമായിട്ടുള്ള ഐഡിയയുമായി വന്ന് നിങ്ങളുടെ ഐഡിയയെ, നിങ്ങളുടെ ഇനീഷ്യേറ്റീവിനെ തകർക്കത്തില്ല. അവരിങ്ങനെ അടിമ പണിയെടുത്തോളും. ഒരു കൂട്ടം ആളുകൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാനും അങ്ങടേക്ക് പോയേക്കാം, എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇന്ന ആളുകൾ ഇന്ന ജോലി ചെയ്യുന്നുണ്ട്, അവിടെ പോയി ജോലി ചെയ്തേക്കാം, അവിടേക്ക് വരാനായിട്ടുള്ള പേപ്പർ വർക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന കമൻ്റ് ഇട്ട് ബാക്കിയുള്ള ആളുകളെ ജഡ്ജ് ചെയ്യുന്ന ആളുകളെ കൊണ്ട് പറ്റില്ല. കൂട്ടത്തിന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഒന്നുമില്ല. അവരിങ്ങനെ കൂട്ടമാണ്, സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സിലെ ഒരു കൂട്ടം, തെറിക്കൂട്ടം. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആളുകൾ തന്തവൈബ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കേൾക്കും. പക്ഷേ ഇത് വിളിച്ച ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഒരു കൂട്ടമാണ്, പക്ഷേ നിങ്ങളൊരു വ്യക്തിയാണ്. അങ്ങനെ ആകുമ്പോൾ അതിന് വ്യക്തിത്വത്തിന് കിട്ടിയ അംഗീകാരം എന്നുള്ള രീതിയിൽ കരുതിയാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.